എന്റെ സബ് കമ്മിറ്റി രണ്ടാളും നേരിട്ട് എംഎൽഎമാരാണ് പോകുക. ഒന്ന് ഫിറോസ് കൊടുവള്ളിയിൽ ഉറപ്പാണ്, അത് നല്ലൊരു കാലഘട്ടമുണ്ട്. ഒന്ന് ഷമീർ രണ്ടാളും ഒക്കെ എംഎൽഎ ഒക്കെ നിങ്ങളൊക്കെ പ്രാർത്ഥനയോട് കൊടുക്കാൻ അനുഗ്രഹം എല്ലാവരും ഉറപ്പാണ്. പിന്നെ സലാമാക്ക് ഇതിൽ എപ്പോഴും വരും. സലാമാക്ക് നമ്മൾ ഇവിടെ വന്നു, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നു ഞങ്ങൾ ഈ പരിപാടി. നമുക്കിത് പബ്ലിസിറ്റി അല്ല, നിങ്ങളുടെ പ്രയാസം രസമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം. പ്രയാസങ്ങൾക്ക് ദുരിതമുണ്ട്, പാവപ്പെട്ടതിന് കണ്ണീരുണ്ട്. അതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇതിന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചു നാട്ടുകാർ നിങ്ങൾക്ക് ഒക്കെ സഹായിച്ചു. പിന്നെ സിദ്ദീഖ് എന്ന എംഎൽഎ ആണ്. സിദ്ദീഖ് ഇതിൽ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ നടത്തി അവസാനം അമ്മയെപ്പോലുള്ള പരിപാടി കൊണ്ടപ്പോൾ ഒരു കൂട്ടർ കൂക്കി ഇവിടെ മനുഷ്യന്മാർ കൈജോറ്റി ചെയ്തു. അതാണ് രണ്ട് വ്യത്യാസം. പിന്നെ ജയന്തിയുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, DCC പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ ദുബായ് KMCCന്റെ നമ്മുടെ നാഷണൽ അൻവർ ഉണ്ട്. ഇവരൊക്കെ സഹിച്ചാണ് KMCC നമ്മളെ അങ്ങായിട്ട് സഹായിച്ച അൻവർ സാഹിബ്. പിന്നെ ജയന്തിയുണ്ട്, നമ്മൾ കൂത്തോർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത അനുഗ്രഹിച്ചാൽ ജയിച്ചു വരും. ജയിക്കും ഞാനുണ്ടല്ലോ 25,000 കൊണ്ട് നമ്മൾ തോന്നെ സീറ്റ് കുഞ്ഞാഴ്ച കിട്ടുന്ന നിങ്ങള് നമുക്ക് നാട്ടിൽ എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ കൂടി ചൂടാവുന്നതാണ്. തന്ത്രം കൊണ്ടും കാര്യം കൊണ്ടൊക്കെ അത്യാവശ്യ രാഷ്ട്രീയം വന്നാൽ നമ്മൾ ചെയ്യാണല്ലോ. അത് പറയാൻ പറ്റും. അതിനേക്കാൾ വലിയ കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞാഴ്ച ഒരു 50,000 60,000 വോട്ട് ചെയ്യും. സിദ്ദീഖ് ചെയ്യും. അതിന് ഒക്കെ ഉഷാറാണ്. ആരാധ്യം പാടി പ്രാർത്ഥിക്കുന്നു. നമ്മളുണ്ടായാലും ബാക്കിലോട്ട് നന്നായി നടക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും വലിയ സന്തോഷമുണ്ട് ഒക്കെ ഉണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുക. അതൊക്കെ നല്ല ബാക്കിയുള്ള പാണ്ടവാടി സാധനം ഒന്നൊക്കെ ഇടക്ക് വിളിച്ചണേ. തിരുവനന്തപുരത്ത് കാണാം, അവിടുന്ന് കാണാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഭംഗിയായിട്ട് നടക്കും. അപ്പൊ തങ്ങൾ പറഞ്ഞത് ജൂൺ 25 കൂടി 2 സെപ്റ്റംബർ 30 ഒന്നെന്താ പറയുക. ഇപ്പൊ ഇങ്ങനെ തന്നെ പറയാം ജൂൺ ജൂലൈ ആഗസ്റ്റ്. അതിനാണ് എന്തിനാ ചോദിച്ചാൽ പറയാം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മഴ. പിന്നെ ഒന്നാമിപ്പോ നമുക്ക് പറ്റി വെച്ചാൽ 1.5 മാസം ആസാമിൽ ഇലക്ഷൻ വന്നു. ആസാമിൽ പഠിക്കാരൊക്കെ പോയി. രണ്ടാമത് ബംഗാളിൽ ഇലക്ഷൻ വന്നു. ഇവരൊക്കെ പോയി. ഇവരെ കഴിഞ്ഞ് മെയ് 8 10 വരും. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇറാൻ യുദ്ധം ഉണ്ടായി. പശ്ചിമേഷ്യൻ സാധനങ്ങൾ കിട്ടും. ഭരണസഭയിൽ വരുമ്പോൾ ഡോറ് കിട്ടുന്നു. അവസാനം നമുക്ക് ബാക്കിയുള്ള ഡോറ് മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തോടും പരിചയ സമ്പത്തുകളോടും സംഘടിപ്പിച്ചിട്ടാണ് ഇവിടെ എത്തി. ഇതൊക്കെയാണ് പ്രശ്നം. ശരി ഒക്കെ ഉണ്ടെങ്കിൽ അത് അമ്മയോട് പറഞ്ഞാൽ മതി, അവരോട് പറയാൻ അവസാനിപ്പിച്ചാണ് സലാം സാഹിബ് കൂടെ വെച്ചത്.